ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു 7ാം മാസ ചടങ്ങുണ്ട്, കൂട്ടിക്കൊണ്ടിരുന്നത്. അതിന് പോവുകയാണ്. ഏട്ടൻ്റെ മോളേതാണ്. അപ്പോൾ അതിന് പോയിട്ട് വരാം. അമ്മായികളെല്ലാവരും റെഡിയായി ആദ്യം. എന്നിട്ട് അവർ അച്ഛൻ അങ്ങോട്ട് വലിയച്ഛൻ്റെ അവിടേക്ക് ആക്കി കൊടുത്തു. ഇത് വലിയച്ഛനാണ്, ഉണ്ണിമോളും. പിന്നെ ഞങ്ങൾ കുട്ടികളെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ കൂടെ വന്ന്. കുട്ടികൾ പിന്നെ അപ്പോഴേക്ക് ബസ് അവിടെ തിരിക്കാൻ വന്നിരുന്നു. അതിൽ കയറി പോന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. എല്ലാവരും ബസ് കയറി ഇരുന്നിട്ടുണ്ട്. ഒരു ബസ്സും ഒരു കാറുമാണ് പോയിട്ടുള്ളത്. അച്ഛനും കുട്ടികളും ബസ്സിൻ്റെ മുന്നിലായിരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലായിരുന്നു. അതിൽ പിന്നെ മുന്നിക്ക് അബീൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചാണ്ട് അങ്ങോട്ട് മുന്നിൽ പോയിരുന്നു. ബസ്സിലാണ് കയറി വയ്ക്കാൻ എല്ലാവരും പറഞ്ഞു നമുക്ക് പാട്ട് വയ്ക്കണം, ഡാൻസ് കളിക്കണം എന്നുള്ള ഇതായിരുന്നു. എല്ലാവരും നല്ല വൈബിലായിരുന്നു. പിന്നെ ബസ് കയറി കുറച്ചങ്ങ് കഴിഞ്ഞ് വയ്ക്കാൻ പാട്ട് വെച്ച് ചെറിയവരും വലിയവരും എല്ലാവരും കളിക്കും. കുട്ടികളെല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. അവിടെ എത്തണ വരെ കളിക്കുക തന്നെയായിരുന്നു. എനർജി ഒന്നും ആർക്കും ഒരു കുറവുണ്ടായിരുന്നില്ല. നല്ല സൂപ്പർ ഒരു യാത്രയായി. ഇത് രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല പാട്ട് വെച്ച് കളിക്കലായിരുന്നു. സീനു, സീഡു, ശ്രീജിനി, മുത്ത്, ഉണ്ണി എല്ലാവരും, പിന്നെ അനുചേച്ചി, അങ്ങനെ എല്ലാവരും കയറി ഡാൻസ് കളിച്ചു. പിന്നെ അമ്മായികളും എല്ലാവരും പ്രോത്സാഹനം ഉണ്ടായിരുന്നു. കുട്ടിപ്പടകളും നല്ല ഡാൻസിൽ തന്നെയായിരുന്നു. അജു, സച്ചു, കിച്ചു, ആദും ഇറങ്ങി ഡാൻസ് കളിച്ചു. പിന്നെ അല്ലു, റിഗ എല്ലാവരും കളിക്കും. റിതും അബി മാത്രം മാറിയിരുന്നു. ഒരു രണ്ടാൾ മുന്നിലാണ്ട് ഇരിക്കുക എന്നല്ലാതെ ഡാൻസ് കളിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. വേങ്ങര കാരാത്തോട് ആണ് സ്ഥലം. ആ വീട്ടിലേക്ക് ബസ് പോകില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വീടെത്തി. അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ട് നടക്കാണ്ടായിരുന്നുള്ളൂ. എത്തി ഞങ്ങൾ കയറി. സിത്തുവിൻ്റെ ഹസ്ബൻഡാണിത്. അവർ ഞങ്ങൾ സ്വീകരിച്ച് ഉള്ളിൽ ഞങ്ങൾ കയറി. പിന്നെ അവിടെ വളകാപ്പിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ അലങ്കാരങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വാഴയുടെ ഇലയിൽ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു ചെറിയ ഡാൻസും ഇതും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കാതിരുന്നത്.
ഇതാണ് ബാവേട്ടനും മിനിച്ചേച്ചി, ഒരു മൂത്ത മോളാണ് സിത്തു. ഓളെ ഫാമിലി ഫോട്ടോ, അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇരുന്ന് അവിടെ തന്നെ ടേബിളിൻ്റെ ചുറ്റുമാണ് ഇരുന്നിരുന്നത്. അവിടെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒപ്പം ഒരു ടേബിളിൽ തന്നെയായിരുന്നു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എല്ലാ കസിൻസും ഒന്നിച്ച് കൂടി ഫോട്ടോ എടുക്കലും ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ദക്ഷിണ കൊടുക്കാനും പിന്നെ ഉള്ളിൽ കയറി ദക്ഷിണ പോണതിൻ്റെ മുന്നുള്ള ചടങ്ങിന് ദക്ഷിണ കൊടുക്കലും വെറ്റില മുറുക്കലും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഓള് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ ടൈം ഉണ്ടായിരുന്നു. 1:30 ആകുമ്പോഴേക്ക് ഇറങ്ങണമായിരുന്നു അവിടുന്ന്. പിന്നെ ഇവിടെ വന്ന് കയറുന്നത് 4 മണിക്കായിരുന്നു. ടൈം അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു. എന്നാലും 1:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് പോന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോയതിനേക്കാളും എനർജി ആയിരുന്നു കളിക്കാൻ. എല്ലാവരും പോയപ്പോൾ കളിക്കാൻ എഴുന്നേൽക്കാത്തവരും കൂടി ഇപ്പോൾ എഴുന്നേറ്റു. പിന്നെ എല്ലാവരും നല്ല അവിടെ എത്തണ വരെ നല്ല കളിയിൽ തന്നെയായിരുന്നു. നല്ല എനർജി ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഇതൊരു സൂപ്പർ യാത്രയായിരുന്നു. എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു യാത്രയായിരുന്നു. സിത്തും ബാബുവേട്ടനൊക്കെ കാറിലായിരുന്നു. ഞങ്ങൾ പിന്നെ ബസ് കുറച്ച് അവരെത്തിയതിന് ശേഷമാണ് എത്തിയത്. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് അവൾ കയറുന്നതും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവൾ അകത്ത് കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സൂപ്പർ അടിപൊളി ഒരു ദിവസമായി. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.